മോദി അജണ്ടയെ ചെറുക്കാനായോ എന്നതാണ് ആ മൂന്നാമത്തെ ചോദ്യം. എങ്ങനെ ചെറുക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്? അതൊരു വലിയ വെല്ലുവിളി നിറഞ്ഞ അത്ര എളുപ്പമല്ലാത്തൊരു കാര്യമാണ്. കാരണം തീവ്രവർഗീയതയുടെ നമ്മൾ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, തീവ്രവർഗീയതയുടെ വളരെ വിപുലമായിട്ടുള്ളൊരു അന്തരീക്ഷം രാജ്യത്താകെ പടർത്തിയിരിക്കുകയാണ് BJP മോദി ഭരണത്തിലൂടെ. സംഘ് പരിവാറിൻ്റെ തീവ്ര ഹിന്ദുത്വ അജണ്ട അത് പരിധികളില്ലാത്ത വിധം നടപ്പാക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു അജണ്ടയെ പ്രതിരോധിക്കുന്ന ഘട്ടത്തിൽ അയോധ്യ യഥാർത്ഥത്തിൽ അതിനെ പ്രതിരോധിക്കാൻ, അയോധ്യയെ വളർത്തിയെടുക്കാതിരിക്കാൻ കഴിയും വിധം പ്രതിരോധിച്ചപ്പോൾ മോദി കുറെ കൂടി ശക്തമായി മുസ്ലിം വിരുദ്ധതയിലേക്ക് നീങ്ങുന്നത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും കള്ളപ്പണം എന്ന വിഷയത്തിൽ അദാനി അംബാനി, അതായത് അംബാനിയെ പിന്നെയും മാറ്റിവെക്കാം, അദാനിയുടെ കള്ളപ്പണം ടെമ്പോയിൽ കോൺഗ്രസ് കൊണ്ടുപോയി എന്ന് പറയുന്ന നിലയിലേക്ക് പ്രധാനമന്ത്രിക്ക് മാറേണ്ടി വന്നു. മുസ്ലിം വിരോധം പറഞ്ഞ പ്രധാനമന്ത്രി തന്നെ മുസ്ലിങ്ങൾക്കൊപ്പമാണ് എന്ന നിലയിൽ മാറ്റി പറയുന്ന നില പല തരത്തിലുള്ള അതിലും ഗംഭീരമായ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം കണ്ടത്. അതായത് ഞാൻ പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ വന്നതല്ല, അവരുടെ ആശയങ്ങളും ഞാൻ സ്വീകരിക്കുന്നു, കോൺഗ്രസ് ഭരിച്ച കാലത്തെ നല്ല കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നു എന്ന് നമ്മൾ പ്രധാനമന്ത്രി പറയേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ പല രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രചാരണത്തിൻ്റെ രീതികളിൽ മാറ്റം വരുത്തേണ്ടി വരുന്നുണ്ട്. പലതും പറയാൻ നിർബന്ധിതമാകുന്നുണ്ട്. അതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഈ മോദി അജണ്ടയെ പ്രതിപക്ഷ മുന്നണി, ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതിരോധിക്കാൻ, തുറന്നു കാട്ടാൻ ശ്രമിച്ചതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റമാകാം, അതിൻ്റെ ഒരു പ്രതിഫലനമാകാം.